ഞാൻ ഈ ന്യൂമറോളജിയിൽ വിശ്വസിക്കുന്നില്ല. അത് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അതെന്നെ ബാധിക്കും. ഇത് എന്നെ അപ്പൊ എന്നെ അത് ബാധിക്കില്ലേ? എങ്ങനെ ബാധിക്കണം? ഈ അനിൽ, സുനിൽ എന്നൊക്കെ പേരിടുന്നവർ ശ്രദ്ധിക്കണം. വളരെയധികം ശ്രദ്ധിക്കണം. മറ്റ് സംഖ്യകളൊക്കെ ഇതിന് അനുയോജ്യമല്ലെങ്കിൽ ഈ വ്യക്തിയുടെ സെക്കൻഡ് ഹാഫ് ലൈഫ് എല്ലാം സീറോ ആയി. ജാതകം നോക്കാതെ എത്രയോ പേര് കല്യാണം കഴിക്കുന്നു, അവരൊക്കെ സുഖമായിട്ട് ജീവിക്കുന്നില്ല. ഈ ജാതകം കഴിച്ച എത്രയോ പേര് തകർന്നു പോകുന്നു. ജാതകം നോക്കി വിവാഹം കഴിച്ചവർ ടേസ്റ്റൊക്കെ കിടപ്പുണ്ട്, ടച്ചിങ്സ് ഒക്കെ കിടപ്പുണ്ടെന്ന്. നമ്മുടെ മലയാളികളുടെ പേരുകൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നില്ല് വരുന്ന പേരുകൾ കൂടുതൽ. നമ്മുടെ ഭാഗ്യസംഖ്യ അനുസരിച്ചിട്ട് നമ്മുടെ സ്വഭാവം ജഡ്ജ് ചെയ്യാൻ പറ്റും. തീർച്ചയായും ഈ ജാതകം കഴിച്ച എത്രയോ പേര് തകർന്നു പോകുന്നു. ജാതകം നോക്കി വിവാഹം കഴിച്ചവർ. ഞാൻ ഈ അടുത്തിടയ്ക്ക് വേറൊരാളോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം ന്യൂമറോളജിസ്റ്റ് ആണോ എന്ന് കൃത്യമായിട്ട് എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹത്തിനോട് ഞാൻ എന്റെ പേര് പറഞ്ഞപ്പോ എന്റെ പേര് കാരണം എനിക്ക് അസുഖങ്ങൾ വരുമെന്ന് പറഞ്ഞു. സാധ്യത വളരെ കുറവാണ്. കാരണം ശില്പ എന്നാണ് എന്റെ പേര്. ഈ ശില്പയില് ഒരു ഇല്ലുണ്ട്. ഇല്ലെന്ന് പറയുന്നത് ഒബ്വിയസ്ലി അസുഖമാണല്ലോ. പക്ഷെ ശില്പയിൽ ഇല്ല് വന്ന് ഇൻ ബിറ്റ്വീനാണ്. അതെ. അതേസമയം അനിൽ എന്നായിരുന്നെങ്കിൽ അവസാനമാണ് വന്നിരുന്നെങ്കിൽ അവിടെ രണ്ടെണ്ണമായിരുന്നു വരുന്നത്. നില്ലും വരും, ഇല്ലും വരും. ഇത് ഇൻ ബിറ്റ്വീൻ ആണ് ഇല്ല് വരുന്നത്. ശില്പയാണ്. അതെ. വേറെ ശില്പയല്ല. SHI ശില്പ. ശരിക്കും മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ SHL. അതുകൊണ്ട് ഞാൻ സ്പെല്ല് ചെയ്യാൻ പറഞ്ഞു. എനിക്ക് H ഉണ്ടായിരുന്നില്ല, SILP ആയിരുന്നു. ഞാനാണ് എനിക്ക് H വേണം നിർബന്ധം പിടിച്ച് H ഒഫീഷ്യലി. അപ്പൊ ശില്പയാണ്, ഒരിക്കലും ശില്പയല്ല. പിന്നെ അടുത്തത് വന്ന് PA ആണ്. PA ഈ ലാസ്റ്റ് നമുക്ക് പാ എന്ന് വന്നു കഴിഞ്ഞാൽ റ ഇതെല്ലാം നമ്മളെ ഓടിക്കുന്ന ഒരു സംഭവമാണ്. നമ്മളെ ഓടിക്കും. നമ്മളെ കരിയറിനെ ഓടിക്കും, നമ്മളെ ഓടിക്കും. ഒരുപാട് ഉയരങ്ങളിൽ ഓടുന്നതാണോ? അല്ല, ഒരുപാട് ഉയരങ്ങളിലേക്ക് ഭയന്ന് ഓടുന്നതല്ല. അപ്പൊ ഈ എല്ല് ഒരിക്കലും ഇൽനെസ് കൊണ്ട് തരത്തില്ല. അല്ല, ഞാൻ കേട്ടതിനോട് സംശയം. അത് ഇൻ ബിറ്റ്വീൻ ആണ് വന്നിരിക്കുന്നത്. എൻഡിൽ വരുമ്പോഴാണ്. അനിൽ, സുനിൽ എന്നൊക്കെ പേരിടുന്നവർ ശ്രദ്ധിക്കണം. വളരെയധികം ശ്രദ്ധിക്കണം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വ്യക്തിയുടെ പേരും ഈ പറഞ്ഞൊരു വ്യക്തിയാണ്. ഈ രണ്ടുപേരിൽ ഒരാളാണ്. ഞാൻ പറഞ്ഞില്ലേ കായംകുളത്തുണ്ടായിരുന്നു. പേര് മാറ്റിയ ആള്. പേര് മാറ്റി, പേര് കറക്റ്റ് ചെയ്ത ആള്. പേര് മാറ്റിയില്ല, പേര് കറക്റ്റ് ചെയ്തു, സ്പെല്ലിങ് കറക്റ്റ് ചെയ്തു. ഈ പറഞ്ഞ പോലെ ഇപ്പൊ H കൂട്ടിയെന്ന് പറഞ്ഞില്ലേ എന്ന് പറയുന്നത് സ്പെല്ലിങ് കറക്റ്റ് ചെയ്തു. അപ്പൊ ഇവിടെ എന്തായാലും ഇൽനെസ് വരില്ല. പക്ഷെ ഇവിടെ ഇതുകൊണ്ട് ചില അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഭാഗ്യസംഖ്യ 9 കൊണ്ട്, പിന്നെ ഈ കാപ്രിക്കോൺ കൊണ്ടും ചില അസുഖങ്ങളൊക്കെ വരും. അലർജി, പനി, അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അസ്ഥി സംബന്ധമായ വേദന, രാവിലെ എണീക്കുമ്പോൾ ഉപ്പുറ്റിക്ക് വേദനയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത, കാല് തറയെ തൊടാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെയുള്ള അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഈ ചൊവ്വയുടെ ആധിപത്യം കൊണ്ട് ചെറിയ പൊള്ളലുകൾ, മുറിവുകള്, ആക്സിഡന്റുകളൊക്കെ. അത് ഭാഗ്യസംഖ്യ ഉണ്ട്. പിന്നെ ശരീരത്ത് മാർക്കുകൾ വരും. ഇത് കണ്ട പൊള്ളലോ വീഴ്ച കൊണ്ടോ ഒക്കെ മാർക്കുകൾ ഇങ്ങനെ ഉണ്ടായിരിക്കും. അതേ ഉള്ളൂ. അല്ലാതെ വേറെ ഇൽനെസ് വരുന്നില്ല. അതുകൊണ്ട് പേടിക്കാൻ. എന്റെ ലാസ്റ്റ് വന്നിരുന്നാൽ ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞേനെ അസുഖങ്ങൾ വരുമെന്നല്ലേ. അല്ലെങ്കിൽ ഇപ്പൊ നില്ലെന്ന് വന്നു കഴിഞ്ഞാൽ തീർന്നു എന്ന് തന്നെ അർത്ഥം. പക്ഷെ നമ്മുടെ മലയാളികളുടെ പേരുകൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നില്ല് വരുന്ന പേരുകൾ കൂടുതൽ ധാരാളമാണ്. അപ്പൊ അവരൊക്കെ പേര് മാറ്റണം എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ ആയ ഒരിക്കലും അല്ല. പക്ഷെ അവർക്ക് ഉണ്ടാവുന്ന ഒരു ഗുണം എന്താണെന്നറിയാം. ചിലവരുടെ ഭാഗ്യസംഖ്യ ഒക്കെ വെച്ചിട്ട് വലിയ കുറച്ച് മെച്ചപ്പെട്ടൊക്കെ പൊയ്ക്കോളും. പിന്നെ ഇതൊന്നും വിശ്വസിക്കാത്ത ഒരു വ്യക്തിയാണ് ഇതൊന്നും അഫക്റ്റ് ചെയ്യില്ല. അതെന്റെ ഒരു ചോദ്യമാണ്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഞാൻ ഈ ന്യൂമറോളജിയിൽ വിശ്വസിക്കുന്നില്ല. അത് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ എന്നെ അത് ബാധിക്കില്ലേ? എങ്ങനെ ബാധിക്കാനാ? ഞാൻ വിശ്വസിച്ചാലേ പ്രശ്നമുള്ളൂ. വിശ്വാസമാണ്. വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ, ഈശ്വരനുണ്ടെന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനെയൊക്കെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ ഫോളോ അപ്പ് ചെയ്തിട്ട് കാര്യമുള്ളൂ. ഇപ്പം ന്യൂമറോളജിയിലാണെങ്കിലും ജ്യോതിശാസ്ത്രത്തിലാണെങ്കിലും ഇതൊന്നും വിശ്വാസം ഇല്ലാത്തവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഞാൻ അതുകൊണ്ടാണ് ഇങ്ങോട്ട് ചോദിക്കാൻ എടുത്തു പറഞ്ഞായിരിക്കും കാര്യം എന്താന്ന് പറഞ്ഞാൽ ഇതൊന്നും ഇല്ലാത്ത എത്രയോ പേര് പോകുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണം, ഫോർ എക്സാമ്പിൾ, ജാതകം നോക്കാതെ എത്രയോ പേര് കല്യാണം കഴിക്കുന്നു, അവരൊക്കെ സുഖമായിട്ട് ജീവിക്കുന്നില്ലേ. ഈ ജാതകം കഴിച്ച എത്രയോ പേര് തകർന്നു പോകുന്നു. ജാതകം നോക്കി വിവാഹം കഴിച്ചവര്.
ഇതൊക്കെ ഇത് നമ്മൾ ചില ജ്യോതിഷന്മാരോട് സംസാരിക്കുമ്പോൾ ഇതെല്ലാം ക്വൈറ്റ് നാച്ചുറൽ എന്ന് ഞാൻ പറഞ്ഞത്, ഇതെല്ലാം പ്രകൃതിദത്തമാണ്. ഒരു വ്യക്തിയുടെ അസ്തിത്വം പ്രകൃതി ബേസ് ചെയ്തിട്ട് പ്രപഞ്ചമാണ്. ഇപ്പം മാഡത്തിനായാലും എന്നെ ആയാലും നിയന്ത്രിക്കുന്നത് പ്രകൃതിയാണ്. ഞാൻ എന്താഗ്രഹിച്ചാലും അതൊന്നും എല്ലാം ഒന്നും എനിക്ക് കിട്ടണമെന്നില്ല. പ്രകൃതിക്കറിയാം എനിക്ക് എന്ത് വേണം, അത് എന്നിലേക്ക് സ്വയം വന്നു. സേ ഫോർ എക്സാമ്പിൾ, ഇന്ന് ഈ ഫ്ലോറിൽ 3 ദിവസം മുമ്പ് മാഡം എന്നെ വിളിക്കുന്നത് ഞാൻ അതിന് തലേ ദിവസം പോലും അതിന് തൊട്ട് മുമ്പുള്ള മിനിറ്റ് പോലും ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് എനിക്കൊരു കോൾ വന്ന എൻ്റെ മറ്റേ ആർട്ടിക്കിൾ കണ്ടിട്ടാണെന്ന് തോന്നുന്നില്ലേ വിളിച്ചത്? കൗമുദിയിലെ ആണ് വിളിച്ചത്. എനിക്ക് തോന്നുന്നത് വീഡിയോ കൗമുദിത്തെ വീഡിയോ എന്തോ കണ്ടിട്ടാണ്. അല്ല, വീഡിയോ ഞാൻ അയച്ചു തന്നെയാണ്, ആർട്ടിക്കിൾ കണ്ടിട്ടാണ് വിളിച്ചത്. അപ്പം അതിന് തൊട്ട് മുമ്പ് പോലും മാഡം വിളിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ടോ? നെവർ. അപ്പം പ്രകൃതിക്ക് അറിയാം എന്താണ് വരാനുള്ളത്, വഴി തങ്ങില്ലെന്ന് നമ്മൾ പറയുന്ന പോലെ. എനിക്ക് ഇപ്പോൾ ഉദാഹരണം, ഞാൻ കേരള കൗമുദിയിൽ ഈ സുനാമി അല്ല, നമ്മുടെ കോവിഡ് കാലഘട്ടത്തിന് തൊട്ട് മുമ്പ് ഞാൻ കേരളാവധിയായിട്ടൊന്ന് പിണങ്ങിയായിരുന്നു. കേരള കൗമുദിനായിട്ട് 2016-17 ആ സമയത്ത് ഞാൻ എഴുത്തങ്ങ് നിർത്തി. ഞാൻ ഒരു വർഷത്തോളം എഴുതിയില്ല. ചെറിയൊരു പിണക്ക കൗമുദിയുടെ മേലധികാരികളുമായിട്ടല്ല, വേറെ അവിടെ ഉള്ള 1-2 പേരുമായിട്ടുള്ള ഒരു, അപ്പം എനിക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ 1-2, പക്ഷെ ആ വ്യക്തികൾ ഇന്നും അവിടെ ഇല്ല കേട്ടോ. അല്ല, ആ വ്യക്തികൾ അവിടെ ഇല്ല, വേറൊരു പ്രസ്ഥാനത്തിലേക്ക് പോയി. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അമേരിക്കയിലൊരു, അപ്പം ഞാൻ കുറച്ച് ടൈറ്റായിട്ട് ഇരിക്കുന്ന സമയം, അപ്പോൾ എൻ്റെ അമേരിക്കയിൽ എൻ്റെ ഒരു ക്ലയൻ്റ് ഉണ്ട്, എൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് തന്നെ. അപ്പോൾ പുള്ളിയെ ഞാൻ വിളിച്ചിട്ട് പുള്ളി എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു, എന്തൊക്കെയുണ്ട് സ്വാമി വിശേഷം എന്നൊക്കെ ചോദിച്ചാൽ പറഞ്ഞു, അടുത്ത ആഴ്ച എന്തോ ഒരു മിറാക്കിൾ സംഭവിക്കാൻ പോകും, എനിക്കൊരു വൈബ്രേഷൻ കിട്ടിയിട്ടുണ്ട്, എന്താണെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ലെന്ന്. ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ കൗമുദി ഇങ്ങോട്ട് വിളിച്ചു, ആർട്ടിക്കിൾ വേണം, സ്വാമി എഴുതണം. എഴുതിക്കൊണ്ടിരുന്ന ആൾ പോയി. വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് ആ കോവിഡ് കാലഘട്ടത്തിന് തൊട്ട് മുമ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോഴും എഴുതുന്നുണ്ട്. ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നു, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം, എന്നെ പോലെ ഒരു പ്രോഗ്രാം പ്രൊഡ്യൂസർ ആയിരുന്നു. അവിടെ നിന്നാണ് ഇപ്പൊ ഒരു ന്യൂമറോളജിസ്റ്റിലേക്ക് ഞാൻ, അതൊക്കെ എന്ന് പറഞ്ഞ പ്രോഗ്രാം പ്രൊഡ്യൂസർ. ഞാനും പ്രോഗ്രാം പ്രൊഡ്യൂസറാണ്. അവിടുത്തെ ഒരു ന്യൂമറോളജിസ്റ്റിലേക്ക്, അത് ഞാൻ പറഞ്ഞല്ലോ, വളരെ യാദൃശ്ചികമാണ്. ഇവിടെ തന്നെ എറണാകുളത്ത് നിന്നാണ് ഞാൻ ഈ ന്യൂമറോളജി പബ്ലിക് സർവീസിലേക്ക് കയറിയത്. കേരള വിഷൻ പേര് പറയുന്നുണ്ട്, എനിക്കൊരു വിഷമമില്ല. കേരള വിഷൻ ചാനലിൽ ഞാൻ നിൽക്കുമ്പോൾ സമയത്ത് അവിടെ ഒരു ജ്യോതിഷി ഉണ്ടായിരുന്നു. എല്ലാ ഞായറാഴ്ചയും ജ്യോതിഷ പ്രോഗ്രാം ചെയ്യുന്നൊരു ജ്യോതിഷി. MD ആയിട്ട് എന്തോ അവർ തമ്മിലുള്ള എന്തോ പ്രശ്നം കാരണം തെറ്റി. പുള്ളി 2 ആഴ്ചയായിട്ട് വരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങളോട് എല്ലാവരും MD പറഞ്ഞു, ഒരു ജ്യോതിഷിയെ തപ്പിക്കൊണ്ട് വരണം. കൂടുതലും എന്നെയാണ് പ്രസ് ചെയ്തത്. ഞാൻ പലരോടൊക്കെ എനിക്കറിയാവുന്ന പല ജ്യോതിഷികളോടൊക്കെ ചോദിച്ചു. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ വന്ന് ക്യാമറയുടെ മുമ്പിൽ ഇരുന്ന് ഇത് സംസാരിക്കാനല്ല, ലൈവ് പ്രോഗ്രാം. അവിടെ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന ലൈവായിട്ട്. അപ്പോൾ ഒരു വ്യക്തി ഫോണിൻ പ്രോഗ്രാമിൽ വിളിക്കുന്നു, നക്ഷത്രം പറയുന്നു, അല്ല ഡേറ്റ് ഓഫ് ബർത്ത് പറയുന്നു, അപ്പം തന്നെ ഫലം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം അങ്ങനെ അങ്ങോട്ട് ചെയ്യാനൊരു ഉൾഭയം, എന്തെങ്കിലും തെറ്റുപറ്റി പോയാലോ. അപ്പം എന്നോട് ചോദിച്ചു, 2-3 ദിവസമായിട്ട് എന്നോട് ചോദിച്ചു. അപ്പം അത് കഴിഞ്ഞൊരു 3-4 ദിവസം ഞാൻ അദ്ദേഹത്തിനെ മുങ്ങി നടന്നു. കാര്യം ആരെയും കിട്ടുന്നില്ലല്ലോ. പക്ഷെ അദ്ദേഹം എന്നെ ക്യാച്ച് ചെയ്ത്, കാര്യം ചാനലിനകത്ത് തന്നെ ആണല്ലോ, എന്തായാലും പിടിക്കപ്പെടുമല്ലോ. പിടിച്ചിട്ട് നീ എന്നോട് ഇങ്ങനെ തന്നെ ചോദിച്ചു, എന്ത് മറ്റേ ആളിനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് എന്തേ? ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്ന് സാറേ ആരും കിട്ടിയില്ല, പിന്നെ സംഖ്യാ ജ്യോതിഷം മതിയെങ്കിൽ ഞാനങ്ങ് ചെയ്യാം. അപ്പം അദ്ദേഹം പറഞ്ഞു, നിനക്ക് അതിൻ്റെ സംഖ്യാ ജ്യോതിഷം എന്ന്. ഞാൻ പറഞ്ഞില്ല, അപ്പൂപ്പന് ജ്യോതിഷമൊക്കെ ഉണ്ടായിരുന്നത് താന്ത്രിക വിദ്വാനൊക്കെ ആയിരുന്നു. ആ ഒരു ടേസ്റ്റൊക്കെ കിടപ്പുണ്ട്, ടച്ചിങ്സൊക്കെ കിടപ്പുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ഒരു കാര്യം ചെയ്യും, നീ ആദ്യം എൻ്റെ സംഖ്യ ജ്യോതിഷം പറയാൻ. അപ്പോൾ ഒരു പേപ്പറും കിടല പേന എടുത്തു തന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാഗ്യസംഖ്യ, കാരണം അതിന് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പാണിത് ബേസിക്കലായിട്ട് പഠിച്ചത്, അത് ഇവിടെ വെച്ചല്ല, ബോംബെ വെച്ചാണ് പഠിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗ്യസംഖ്യയും വിധിസംഖ്യയും രാശിസംഖ്യയൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തു, ജമ്മൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞു, ശരി പോയി സ്ട്രഗ് ചെയ്തോളാൻ പറഞ്ഞു, ടൈറ്റിലും ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെയാണ് സംഖ്യാരത്നം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം കേരള വിഷൻ ചാനലിൽ തുടങ്ങുന്നത്. ആദ്യം റെക്കോർഡഡ് പ്രോഗ്രാം, ഒരു 4 ആഴ്ചയോളം റെക്കോർഡഡ് പ്രോഗ്രാമായിട്ട് പോയി, പിന്നെ ലൈവായിട്ട് പോയി. അപ്പോൾ ക്ലയൻസൊക്കെ നേരിട്ട് ഓഫീസിൽ വരാൻ തുടങ്ങി, കൺസൾട്ടിങ്.
അപ്പോൾ അത് ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലായി, വേറൊരു ഓഫീസ് എടുത്തു. അങ്ങനെയാണ് ജനങ്ങളിലേക്ക് ജ്യോതിഷ്യം എന്നുള്ളൊരു സംഖ്യാജ്യോതിഷ്യം എന്നുള്ള രീതിയിൽ ഇങ്ങനെ വരുന്നത്. അങ്ങനെ ഇരുന്നപ്പോഴാണ് കൗമുദിയിൽ വർഷങ്ങൾക്ക് മുമ്പേ 92 മുതലേ കൗമുദിയിലുണ്ടായിരുന്നു ഞാൻ. പല പ്രോഗ്രാമൊക്കെ ആയിട്ട് കേരളമതി ചാനലിലല്ല, പ്രിൻ്റ് മീഡിയയിൽ. അപ്പോൾ കൗമുദിയിൽ ഞാനൊന്ന് വിളിച്ചു. ഇടയ്ക്ക് എനിക്കൊരു ബൈക്ക് ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായി, കാലൊന്ന് ഒടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ടൊക്കെ ഇരിക്കുന്ന ഒരു സമയം. ഞാൻ കൗമുദിയിലൊന്ന് വിളിച്ചു, ആർട്ടിക്കിളിനെ കുറിച്ച് സംസാരിച്ചു. അപ്പോൾ കൗമുദി വീക്കിലിയിൽ 2012 മുതൽ ഏതാണ്ട് കുറേ വർഷങ്ങളോളം സംഖ്യാജ്യോതിഷത്തെക്കുറിച്ച് ഏതാണ്ടൊരു 100 ആർട്ടിക്കിൾസ് എഴുതിയിട്ടുണ്ട്. അതും എനിക്ക് ജനങ്ങളുടെ ഇടയിലൊരു സ്വീകാര്യത എത്തിത്തന്നു. അത് അന്ന് ന്യൂസ് ഹണ്ടിനകത്തും ഡെയിലി ഹണ്ടിനകത്ത് ഈ ആർട്ടിക്കിൾ പോകുമായിരുന്നു. അങ്ങനെ വേൾഡ് ബേസ് ഓൺലൈനിൽ ഞാൻ ഒരു സംഖ്യാജ്യോതിഷ്യം എന്നറിയപ്പെട്ടു. അങ്ങനെ ഇപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ, മലയാളം ആരൊക്കെ വായിക്കുന്നുണ്ടോ അവിടെയെല്ലാം ഇൻഫ്ലുവൻസ്. ഓക്കെ, നമ്മൾ തിരിച്ച് സംഖ്യാശാസ്ത്രത്തിലേക്ക് വരാം. അതെ, ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഓരോ നമ്പേഴ്സിനും അതിൻ്റെതായ വാല്യൂസ് ഉണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഭാഗ്യസംഖ്യ അനുസരിച്ചിട്ട് നമ്മുടെ സ്വഭാവം ജഡ്ജ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും പറ്റും. ഇല്ല, ഇപ്പൊ 1 എന്ന് പറയുന്ന, എനിക്ക് തോന്നുന്നു സൂര്യന്റെ നമ്പറാണ് 1 എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ 1 എന്ന് പറയുന്ന നമ്പർ ഭാഗ്യസംഖ്യ ആയിട്ടുള്ള ഒരാളുടെ ലൈഫ് അല്ലെങ്കിൽ അയാളുടെ സ്വഭാവം എങ്ങനെയായിരിക്കും? ഒരൊറ്റ വാക്കിൽ ഉത്തരം പറയാം. ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ 1 എന്ന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ നമ്മൾ ഇരിക്കുന്ന ആ ഒരു ഉയരത്തിലിരിക്കില്ല, ഒരു പടി കൂടി ഉയർന്ന അയാളിരിക്കുള്ളൂ. കാരണം അയാള് ലൈനാണ്, രാജാവാണ്, അത്യുന്നതങ്ങളിലെത്തും. നേരത്തെ പറഞ്ഞ കമാൻഡിങ് പവർ കൂടുതലായിരിക്കും. ഒരുപാട് ശിഷ്യഗണങ്ങൾ അല്ലെങ്കിൽ കീഴുദ്യോഗസ്ഥർ അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ നേതൃത്വ നിരയിൽ, രാഷ്ട്രീയത്തിലാണെങ്കിലും ഒക്കെ നേതൃത്വ നിരയിലേക്ക് വരും. ഇനി ബേസിക് തൊട്ട് തുടങ്ങാൻ ഞാൻ സംഖ്യാശാസ്ത്രം ഏത് വർഷവും ഏത് മാസം ആയിക്കോട്ടെ ഏത് വർഷം ആയിക്കോട്ടെ 1 മുതൽ 9 വരെയുള്ള സംഖ്യകളാണ് ഇതിനകത്ത് ബേസ് ചെയ്തിട്ടുള്ള സംഖ്യകൾ. അതിൽ 1 എന്ന് പറയുന്ന സംഖ്യയിൽ 1, 10, 19, 28 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ എല്ലാം ഭാഗ്യസംഖ്യ 1 ആയിരിക്കും. അപ്പം ഏത് വർഷം ആയിക്കോട്ടെ ഏത് മാസം ആയിക്കോട്ടെ 1-ാം തീയതി ജനിച്ചവരുടെയും 10-ാം തീയതി ജനിച്ചവരുടെയും 19-ാം തീയതി ജനിച്ചവരുടെയും 18-ാം തീയതി ജനിച്ചവരുടെയും എല്ലാം ഭാഗ്യസംഖ്യ 1 തന്നെയായിരിക്കും. 28-ാം തീയതി 28 ആണെങ്കിലും 1 ആണ്. 1, 10, 19, 28 ഇതെല്ലാം 1 ആയിരിക്കും. പക്ഷേ 1-ാം തീയതി ജനിച്ചവരുടെ സ്വഭാവ സവിശേഷതകളായിരിക്കില്ല 10-ാം തീയതി ജനിച്ചവർക്ക് ലഭിക്കുക. അതുപോലെ ആയിരിക്കില്ല 19-ാം തീയതി. അതുപോലെ വ്യത്യാസം ഉണ്ടാവും. തീർച്ചയായിട്ടും സ്വഭാവത്തിന് മാത്രമല്ല, ജീവിതശൈലിക്ക്, നമ്മളിൽ ആ വ്യക്തിയിലേക്ക് വരുന്ന സൗഭാഗ്യങ്ങളിലേക്ക്, ഈ ലക്കി നമ്പറിനെ ബേസ് ചെയ്തിട്ടാണ് സൗഭാഗ്യങ്ങളൊക്കെ ലഭിക്കുക. അപ്പം അത് 1-ാം തീയതി ജനിച്ച വ്യക്തിക്ക് ലഭിക്കുന്ന ആയിരിക്കത്തില്ല 19-ാം തീയതി. കാര്യം അവിടെ വരുന്നത് ആദിത്യനും ചൊവ്വയും കൂടെ ചേർന്നിട്ടാണ് ആ വ്യക്തിയിലേക്ക് 1 വരുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ ചന്ദ്രനും ശനിയും കൂടെ ചേർന്ന് 28 എന്ന് പറയുന്നത്. 10 എന്ന് പറയുമ്പോൾ 1ഉം 0 കൂടെ ചേർന്നിട്ടാണ് 1ലേക്ക് പോകുന്നത്. ഈ 10-ാം തീയതി ജനിച്ചവരുടെ മറ്റ് സംഖ്യകളൊക്കെ ഇതിന് അനുയോജ്യമല്ലെങ്കിൽ ഈ വ്യക്തിയുടെ സെക്കൻഡ് ഹാഫ് ലൈഫ് എല്ലാം 0 ആയി. പക്ഷേ വിധിസംഖ്യയും മറ്റേ രാശിസംഖ്യയൊക്കെ സപ്പോർട്ടീവായിട്ട് വരികയാണെങ്കിൽ കുറേയൊക്കെ മാറ്റങ്ങൾ വന്ന് ഫ്ലോട്ട് ചെയ്തങ്ങ് പോകും. ഇപ്പം അതുപോലെ തന്നെ 2 എന്ന് പറയുന്നത് 2, 11, 20, 29 ഈ തീയതികളിൽ ജനിച്ചവരുടെ എല്ലാ ഭാഗ്യസംഖ്യ 2 ആയിരിക്കും. ഇതുപോലെ തന്നെ വ്യത്യസ്തമായിരിക്കും അവരുടെ ജീവിത അനുഭവങ്ങളും. 3 എന്ന് പറയുമ്പം 3, 12, 21, 30 ഈ സംഖ്യകളിൽ ജനിച്ചവരുടെ എല്ലാ ഭാഗ്യസംഖ്യ 3 ആയിരിക്കും. 4 എന്ന് പറയുമ്പം 4, 13, 22, 31 ഈ സംഖ്യകളിലെല്ലാം ജനിച്ച അല്ലെങ്കിൽ ഈ തീയതികളിലെല്ലാം ജനിച്ചവരുടെ ഭാഗ്യസംഖ്യ 4 ആണ്. നമ്മളത് കൂട്ടി നോക്കുമ്പോൾ നോക്കുക. അതുപോലെ തന്നെ 5, 14, 23 അതുപോലെ തന്നെ 6, 15, 24 അതുപോലെ തന്നെ 7, 16, 25 അതുപോലെ തന്നെ 8 പറയാമോ? 8, 17, 26 9, 18, 27 അവിടെ ഈ 9 സംഖ്യകൾ കാത്ത് നിന്നുകൊണ്ടാണ് സംഖ്യാജ്യോതിഷം ഇത്രയും കാൽക്കുലേറ്റ് ചെയ്യുന്നത്.